നാലാഴ്ച മുമ്പ് തിരുവനന്തപുരത്തെ പൊലേനാർ കോട്ടയിലെ കോട്ടമുക്കിൽ നടന്ന ക്രൂരമായ സംഭവം പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തിരുന്നു. മാനസിക വൈകല്യമുള്ള വിജയൻ എന്ന വ്യക്തിയെ 5 പേർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച സംഭവം. ഈ സംഭവത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ വിജയൻ CPM കാരനാണ്. മർദ്ദിച്ച 5 പേരും CPM പ്രവർത്തകരാണ്. വിജയൻ പറയുന്നത് കപ്പായി എന്ന രഞ്ജിത്ത് ആംബുലൻസിൻ്റെ ഉടമയായ കപ്പായി, പിന്നീട് ധ്വര അനി, പിന്നീട് അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന രഞ്ജിത്ത്, പിന്നെ മറ്റ് 2 പേർ, ഇവർ ചേർന്നാണ് ക്രൂരമായി വിജയനെ ആക്രമിച്ചത്. വിജയൻ്റെ തോളല്ലുകൾ അടിച്ച് പൊട്ടിച്ചു. കയ്യിൽ പ്ലാസ്റ്ററിട്ടാണ് വിജയൻ ഇപ്പോൾ നടക്കുന്നത്. മലമൂത്ര വിസർജനത്തിന് പോലും കഴിയാത്ത അവസ്ഥ, അതിദാരുണമായ അവസ്ഥ. സഹോദരി ജയശ്രീയാണ് വിജയൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. വിജയൻ അവിവാഹിതനാണ്. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ അവർ പരാതി നൽകി. 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യമാണ് വിജയനെ മാരകമായി ആക്രമിച്ചത്. 2ാമത്തെ പ്രാവശ്യം ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായും വിജയൻ്റെ കുടുംബം ഭയത്തിലായി. അവരെയും ആക്രമിച്ചാൽ എന്ത് ചെയ്യും? അങ്ങനെ അവർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി. പോലീസ് FIR ഇട്ടു. ഈ സംഭവത്തിൽ പ്രതികൾ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചു. അതുവരെ മുൻകൂർ ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷ ഉള്ളതുവരെ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തില്ല. ഇപ്പോൾ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന അറിവ്. ഇനി ഒന്നുകിൽ പ്രതികൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം, അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാകണം. അതിനിടയിൽ വിജയന് നക്കാപ്പിച്ച കാശ് കൊടുത്ത് സംഭവം ഒത്തുതീർപ്പാക്കാനും പ്രതികൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിൽ വിജയനോ അദ്ദേഹത്തിൻ്റെ സഹോദരി ജയശ്രീയോ വഴങ്ങുന്നില്ല. വിജയൻ മാനസിക വൈകല്യമുള്ള വ്യക്തി എന്ന നിലയിൽ യെല്ലോ കാർഡുള്ള വ്യക്തിയാണ്. യെല്ലോ കാർഡുള്ള വ്യക്തിയെ ആക്രമിക്കരുത്, ആക്രമിച്ചാൽ അത് ഗുരുതരമായ കുറ്റമാണ്. സംഭവം നടന്നിട്ട് 1 മാസമായിട്ടും ഈ 5 പേരിൽ ഒരാളെപ്പോലും പിടിക്കാൻ മെഡിക്കൽ കോളേജ് പോലീസിന് കഴിഞ്ഞിട്ടില്ല. അവർ കണ്ണടച്ചിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു പാവം മാനസിക വൈകല്യമുള്ള മനുഷ്യൻ, അദ്ദേഹം മലമൂത്ര വിസർജനം നടത്താൻ പരസഹായം തേടേണ്ടി വരുന്ന അവസ്ഥ. ഒരു കടയിട്ട് ഉപജീവനം നടത്തിയിരുന്നു വിജയൻ. DYFIക്കും CPMനുമൊക്കെ വലിയ സംഭാവന വിജയൻ നൽകിയിരുന്നു. പക്ഷേ മർദ്ദിച്ചതും CPMകാരായതുകൊണ്ട്, മർദ്ദിച്ചവർ CPMൻ്റെ അവിടുത്തെ പ്രാദേശിക നേതാക്കളും നിരവധി ക്രിമിനൽ കേസ് പ്രതികളും ആയതുകൊണ്ട് പാർട്ടി അവരെ സംരക്ഷിക്കുന്നു എന്നാണ് വിജയൻ്റെ ആരോപണം. വിജയൻ്റെ സഹോദരി ജയശ്രീയും ഈ ആരോപണത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നുണ്ട്. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ഇപ്പം ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞത്. പ്രതികൾ തങ്ങാൻ ഇടയുള്ള സ്ഥലങ്ങളൊക്കെ കൃത്യമായി സ്കെച്ച് ചെയ്ത് വിജയൻ്റെ സഹോദരിയും വിജയൻ്റെ കുടുംബാംഗങ്ങളും പോലീസിന് പറഞ്ഞു കൊടുത്തു. അവിടെയൊക്കെ പോയിട്ട് പോലീസ് പറയുന്നത് ഈ പ്രതികൾ ഇല്ല എന്നാണ്. എന്നാൽ നാട്ടുകാർ പറയുന്നത് മറ്റൊന്നാണ്. ഉള്ളൂരിലുള്ള ബെവറേജസിൽ നിന്നും, ഈ പുരനർക്കോട്ടയ്ക്ക് തൊട്ടടുത്തുള്ള ബെവറേജസിൽ നിന്നും മദ്യം വാങ്ങി പ്രതികൾ കോട്ടമുക്കിൽ എത്തുകയും മദ്യം കഴിച്ച് ആഘോഷിക്കുകയും ചെയ്യുന്നു. നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രതികൾ വിലസുന്നു. ഈ സാഹചര്യത്തിലാണ് ഒരിക്കൽ കൂടി ഈ സ്റ്റോറി ഫോളോ അപ്പ് ചെയ്യാൻ പൊളിറ്റിക്സ് കേരള നിർബന്ധിതരാകുന്നത്. എവിടെ മനുഷ്യൻ വേദനിക്കുന്നുവോ, എവിടെ ആശ്രയമില്ലാത്ത മനുഷ്യൻ കേഴുന്നുവോ, അവിടെ ആശ്വാസത്തിൻ്റെ തണലും പ്രതിരോധത്തിൻ്റെ കവചവുമായി പൊളിറ്റിക്സ് കേരള ഉണ്ടാകും. പൊളിറ്റിക്സ് കേരള ശബ്ദിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി, സമൂഹത്തിൽ പുറന്തള്ളപ്പെട്ട ഒരു വിഭാഗം ജനങ്ങൾക്ക് വേണ്ടി, മതേതരത്വത്തിന് വേണ്ടി, മാനവികതയ്ക്ക് വേണ്ടി. അതിനുവേണ്ടിയുള്ള ശബ്ദം പൊളിറ്റിക്സ് കേരള തുറന്നുകൊണ്ടിരിക്കും. എന്തായാലും പോലീസ് ഈ 5 പേരിൽ ഒരാളെപ്പോലും പിടിക്കാത്തത് വളരെ നാണക്കേടായി മാറിയിരിക്കുന്നു. പോലീസ് എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്ന് ചോദിച്ചാൽ ഈ പ്രതികളുടെ പാർട്ടി ബന്ധം തന്നെയാണ്.
പ്രതികളുടെ പാർട്ടി ബന്ധം പോലീസിന് തലവേദനയാകുന്നു. അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യം എടുക്കാനുള്ള സാവകാശം പോലീസ് പ്രതികൾക്ക് കൊടുത്തത്. പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞിരിക്കുന്നു. മാത്രമല്ല, പ്രതികൾ സ്വൈരവിഹാരം നടത്തുന്നത് നാട്ടുകാർക്ക് പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു. വിജയൻ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. DYFI നടത്തുന്ന പരിപാടികളിലൊക്കെ അദ്ദേഹം തൻ്റെ കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം കൊടുക്കുമായിരുന്നു. പാവപ്പെട്ട കുട്ടികൾക്ക് നോട്ട്ബുക്ക് വാങ്ങി കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ എല്ലാവരും നല്ലത് പറയുന്ന വിജയനെ എന്തിനിവർ ആക്രമിച്ചു? അത് വിജയനും അറിയില്ല. വിജയന് അതേപ്പറ്റിയുള്ള ഒരു രൂപവും ഇല്ല. വിജയൻ്റെ മാനസിക നില കൂടുതൽ തകരാറിലായിരിക്കുന്നു. ഈ മർദ്ദനത്തിന് ശേഷം അദ്ദേഹത്തിന് വിഷമമുണ്ട്. താൻ കൂടി വളർത്തിയ പ്രസ്ഥാനത്തിലെ പ്രവർത്തകർ, താൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിലെ പ്രവർത്തകർ തന്നെ മർദ്ദിച്ചതിൽ അദ്ദേഹത്തിന് ഒരുപാട് ദുഃഖമുണ്ട്. എന്തായാലും പൊളിറ്റിക്സ് കേരള ഈ സ്റ്റോറി ഒരിക്കൽ കൂടി ഫോളോ അപ്പായി കൊടുക്കുന്നു.